Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻടേക്ക് 6 2025 അഡ്മിഷൻ സ്റ്റുഡൻസിന് അവരുടെ ഇന്റേണൽ മാർക്സ് 30 മാർക്ക് കിട്ടണമെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. സോ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ വരുന്നത് ജനുവരി 18 തീയതിയാണ്. ഒരുപാട് കുട്ടികൾക്ക് അസൈൻമെന്റിനെ റിലേറ്റ് ചെയ്തിട്ട് സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്, എത്ര പേജ് വേണം, ദെൻ 2 സെറ്റ് അസൈൻമെന്റ് ആണ് വരുന്നത്. ഒരു സെറ്റിൽ 5 ചോദ്യങ്ങളാണ്. സോ 5 ചോദ്യങ്ങളിൽ ഏത് ചോദ്യം സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ഹൈ സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട്, ദെൻ ഫുൾ മാർക്സ് ലഭിക്കുകയോ? അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ നൽകുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom BA MA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അത് മാത്രമല്ല നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരാം, അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ടും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ BCom സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ 4 സബ്ജക്ട്സിൻ്റെയും അസൈൻമെൻറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ 100 മാർക്സ് ആണല്ലോ നിങ്ങൾക്ക് വരുന്നത്. 100 മാർക്സിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് 70 മാർക്ക് റിട്ടേണും 30 മാർക്ക് ഇൻറ്റേർണലും ആണ്. സോ 30 മാർക്ക് ഇൻറ്റേർണൽ ലഭിക്കുന്നത് ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെൻ്റ് ആണ്. നമ്പർ 1 ഡിസ്ക്രിപ്റ്റീവ്, നമ്പർ 2 എന്ന് പറയുന്നത് അനലറ്റിക്കൽ. ഇങ്ങനെ 2 ടൈപ്പാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവിൽ 5 ചോദ്യം തരും, അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക. അനലറ്റിക്കൽ 5 ചോദ്യം തരും, അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക. നല്ല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അവരുടെ മാനദണ്ഡങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് മാനദണ്ഡം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഓരോ അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഓക്കെ, ഇതാണ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് 2 സെറ്റ് അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സെറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. സോ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും തിയറി ബേസ്ഡ് ആയിരിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. ഡിസ്ക്രിപ്റ്റീവ് ആണ്, വിവരണാത്മകം. സോ ഒരു അസൈൻമെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഈ 5 കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. ഇതിൻ്റെ ബേസിലാണ് നിങ്ങളുടെ 15 മാർക്ക് അവരിടാം. അപ്പോൾ ഒരു അസൈൻമെൻറ്റിന് ആദ്യം വേണ്ടത് ആമുഖം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ. നല്ല രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. അതിൻ്റെ ബേസിലാണ് അവർ 2 മാർക്ക് തരാം. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് അവിടെ വേണ്ടത്. പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ആയിരിക്കും ഇൻട്രൊഡക്ഷനിൽ എഴുതുക. അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എഴുതാൻ പോകുന്ന അസൈൻമെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് ഇൻട്രൊഡക്ഷനിൽ ചെയ്യേണ്ടത്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തത ഇൻട്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ. ദെൻ അതിന് ശേഷമാണ് വിശദീകരണം. നമ്മുടെ മെയിൻ ബോഡി എന്ന് പറയുന്നത് രണ്ടാമത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ് സെക്കൻഡ് പാർട്ട്. അതിനാണ് 6 മാർക്ക് വരുന്നത്. ദെൻ അത് വ്യക്തതയോടുകൂടി നല്ല സ്ട്രക്ചറൈസ് ചെയ്ത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് 3 മാർക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ബോഡി, അതിൻ്റെ വ്യക്തത, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ബേസിൽ 6 + 3 9 മാർക്ക് അങ്ങനെ വരുന്നു. പിന്നെ വരുന്നത് നെക്സ്റ്റ് കൺക്ലൂഷനാണ്. അപ്പോൾ എന്താണ്, നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനെ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, നിങ്ങൾ പല റെഫറൻസുകളൊക്കെ നടത്തി നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളെ റെഫർ ചെയ്തിട്ടാണല്ലോ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പല റെഫറൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷന് ഒരു കൺക്ലൂഷൻ കൊടുക്കലാണ് 4മതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിലുള്ള വ്യക്തത, അത് വ്യക്തമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ബേസിൽ 2 മാർക്ക്. ഫൈനലി നമ്മൾ റെഫറൻസ്
ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ മിനിമം അല്ലേ ഒരു 7 മുതൽ 10 വരെ റെഫറൻസുകൾ നമ്മളവിടെ വെക്കേണ്ടതായിട്ട് വരും. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കി വെറുതെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് ലഭിക്കില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഗൂഗിൾ സ്കോളർ ഉണ്ട്. ഗൂഗിൾ സ്കോളർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടും, ബുക്കുകളുടെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ കയ്യിൽ ബുക്കില്ലെങ്കിൽ അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് തപ്പി അതൊക്കെ വായിച്ച് അതിൻ്റെ ബേസിൽ വേണം നമ്മൾ ഒരു അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് 15ൽ 15 കിട്ടാൻ പറ്റുള്ളൂ. 15ൽ 15 കിട്ടണമെന്നില്ല, നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ കിട്ടും. അതല്ലെങ്കിൽ അതനുസരിച്ച് മാർക്ക് കുറയുന്നുള്ളതാണ്. പല ടോപ്പിക്കുകളും വളരെ ഡിഫിക്കൽട്ടാണ്, പലരും പ്രോപ്പറായിട്ട് ചെയ്യാതെ കണ്ട് വരുമ്പോഴാണ് മാർക്ക് കുറയുക. ഓക്കെ, ഇനി അനലറ്റിക്കലിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ടഫസ്റ്റ് ആണ്. എല്ലാതും പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ട ചോദ്യങ്ങളായിരിക്കും. സംഭവമൊക്കെ ഇങ്ങനെ തന്നെ, ഇൻട്രൊഡക്ഷൻ 2 മാർക്ക്, വിശദീകരണം 6 മാർക്ക്, ഘടനയ്ക്കൊക്കെ 3, 2, 2 ഇങ്ങനെ തന്നെയാണ് വരാം. ബട്ട് ഇവിടെ അനലറ്റിക്കൽ ചോദ്യങ്ങൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റെഫർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സിനാരിയോയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ വരാം. അതിപ്പോൾ നമുക്കിപ്പോൾ ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് വരും, ഡിസ്ക്രിപ്റ്റീവും അനലറ്റിക്കലും. അനലറ്റിക്കൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്, 2ഉം സബ്മിറ്റ് ചെയ്താലേ മാർക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ 2 സെറ്റും നമുക്ക് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുണ്ട് BCom വരുന്നത്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് നോക്കാം. ദെൻ പ്രോബ്ലം പേപ്പേഴ്സിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചോദ്യങ്ങൾ തരും. അപ്പോൾ അതിന് ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, റെഫറൻസ് ഉണ്ടാവില്ല. അതിനുള്ള ആൻസർ കൊടുത്താൽ മതി. തിയററ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ റെഫറൻസും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു സ്ട്രക്ചറൈസ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാം എസ്സേയുടെ. അതല്ലെങ്കിൽ ചോദ്യത്തിനുള്ള ആൻസർ അതാണ് വേണ്ട കേട്ടോ. ഓക്കെ, പിന്നെ മാക്സിമം ഒരു 10 പേജാണ് പറയുന്നത്. 10ൽ കൂടാണ്ടിരിക്കാൻ നോക്കാൻ പറയുന്നുണ്ട്. കാരണം 10 MB താഴെയാണ് നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് റിസൾട്ട് വരുന്നുള്ളൂ ഇൻ ടൈമിൽ. ടെക്നിക്കലായിട്ടുള്ള വലിയ ഇഷ്യൂകൾ വരുമ്പോഴാണ് ലേണിംഗ് സെൻറ്ററിലൊക്കെ കുട്ടികൾ സബ്മിറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 5 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിലാദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തഡ് പാർട്ണർഷിപ്പിൽ അതിൻ്റെ യുവർ ആൻസർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പാർട്ണർഷിപ്പിൽ നിന്നുള്ള ഒരു ചോദ്യം. പിന്നെ ഡിസ്ക്രൈബ് ദി പ്രോസസ് ഓഫ് ഡിസ്കൗണ്ടിങ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ഡ്രോയി അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ചോദ്യം. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിങ് ട്രാൻസ്പെറൻസി, കൺസിസ്റ്റൻസി ആൻഡ് കമ്പാരബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. പിന്നെ ഒരു പ്രോബ്ലമാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടോ? അതിൻ്റെയൊക്കെ ആൻസർ മാത്രം കൊടുത്താൽ മതി. 5ാമതും ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലംസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ മാത്രം മതി. അവിടെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഇല്ല. തിയറിയാണ് എടുക്കുന്നതെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തിയറി പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്കോർ ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ തിയറി എഴുതുന്നതാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് കുട്ടികൾക്ക്. കാരണം ആ ഒരു സ്ട്രക്ചറും ഒരു 8-10 പേജും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ഇടാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. പ്രോബ്ലം വേണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം. എന്നാലും ഞാൻ ഈ 5 ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ 1, 3 ആണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ആദ്യത്തെ പറയാനുള്ളത്. ഇനി വരുന്നത് നമുക്ക് അനലറ്റിക്കലാണ്. അനലറ്റിക്കലിലും 5 ചോദ്യം. അതിലാദ്യം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ഒരു ചോദ്യമാണ്. ട്രേഡിംഗ് PNL ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് പ്രസൻറ്റ് ചെയ്യുക. രണ്ടാമത് ജനറൽ ലെഡ്ജർ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പ്രോബ്ലം. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു തിയറി, അഗെയിൻ പ്രോബ്ലം ഡിപ്രീസിയേഷൻ്റെ, ആൻഡ് ലാസ്റ്റ് അഗെയിൻ പ്രോബ്ലം ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഞാൻ ഇതിൽ സജസ്റ്റ് ചെയ്യുക അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ ട്രേഡിംഗ് PNL അക്കൗണ്ട് വേണമെങ്കിൽ ചെയ്യാം. പ്രിൻസിപ്പിൾസ് എഴുതി സ്കോർ ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. സോ അതാണ് എനിക്ക് അനലറ്റിക്കലിൽ തരാനുള്ള സജഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് തിയറി സബ്ജക്റ്റിലോട്ടാണ് നടക്കേണ്ടത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇതിൽ ഡിസ്ക്രിപ്റ്റീവിൽ 5 ചോദ്യങ്ങളിൽ ആദ്യത്തെ വരുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, റിലവൻസ്, ആപ്ലിക്കേഷൻ, പിന്നെ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സ്റ്റാഫിങ്ങിനെ പറ്റിയുള്ള മറ്റൊരു ചോദ്യം, ദെൻ ഡിറക്ഷനെ പറ്റിയുള്ള മറ്റൊരു ചോദ്യം. ഇതൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ അതിൽ.
പിന്നെ explain the process of managerial control in detail and critically discuss how an effective control system contribute to organizational efficiency. Support with suitable examples വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും ഇതിൽ ഏറ്റവും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2-1 ആണ്. 2-1 ആണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിൻ്റെ അനലറ്റിക്കലിലോട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ 5 ചോദ്യങ്ങൾ വരുന്നതിൽ ആദ്യം മിൻസ്ബർഗിൻ്റെ മാനേജറിയൽ റോൾസ്, ഗ്യാപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഇൻ ഓർഗനൈസേഷൻ, പ്ലാനിങ് റെഡ്യൂസ് അൺസർട്ടനിറ്റി, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് സ്പാൻ ഓഫ് കൺട്രോൾ, അതിൻ്റെ റിലേഷൻഷിപ്പ്, പിന്നെ ലീഡർഷിപ്പ്, ഹൗ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എനേബിൾസ് മാനേജേഴ്സ് ടു അഡാപ്റ്റ് ദെയർ സ്റ്റൈൽ അക്കോർഡിംഗ് ടു എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷണൽ നീഡ്സ്, അതിൻ്റെ വിത്ത് എക്സാമ്പിൾസ്. പിന്നെ ഹൗ കൺട്രോളിംഗ് ഫംഗ്ഷൻ കോൺട്രിബ്യൂട്ട് ടു മാനേജറിയൽ എഫക്റ്റീവ്നെസ്, ഐഡൻറ്റിഫൈ ഡീവിയേഷൻ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ 5 ചോദ്യങ്ങൾ ഇതിൽ വരുന്നതിൽ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ദെൻ പിന്നെ ഏറ്റവും നല്ലൊരു ചോദ്യം എന്ന് പറയുന്നത് കൺട്രോളിങ് ആണ്. ഈ 2 എണ്ണമാണ് സ്കോർ ചെയ്യാൻ ബെസ്റ്റ്. ഒക്കെ ക്രിട്ടിക്കലി വാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ആ ചോദ്യം പറഞ്ഞ പോലെ പ്രസൻറ്റ് ചെയ്താലേ ആൻസർ കിട്ടുള്ളൂ. അതല്ലാണ്ട് സ്റ്റഡി മെറ്റീരിയലത്തെ പോലെ വെറുതെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻസ് ചെയ്ത് വെച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ ഫോമാറ്റ് തന്നെ ഫോളോ ചെയ്യണം. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് അടുത്ത സബ്ജക്റ്റ് വരുന്നത്. അതിൽ കേരളത്തിൻ്റെ ഹൗ ഡു കേരളാസ് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ് കോൺട്രിബ്യൂട്ട് ടു ടൂറിസം ഇൻഡസ്ട്രി, ഹെറിറ്റേജ് വിത്ത് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുള്ളത് ഫോളോ ചെയ്യണം. വളരെ ഡിഫിക്കൽട്ടായിട്ട് നല്ല രീതിയിൽ ഇലാബറേറ്റ് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. എക്സാമ്പിൾസ് കൂട്ടി ചെയ്തിട്ട്. പിന്നെ എക്സാമിൻ ദി ഒബ്സർവേഷൻസ് ഓഫ് ടവർണിയർ, ദെൻ ബെർണിയർ, മുണ്ടി അബൌട്ട് മുഗൾ ഇന്ത്യ, ഹൗ ഡിഡ് ദേ വർക്ക്സ് ഇൻഫ്ലുവൻസ് ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദ പീരീഡ്. പിന്നെ മെഗസ്തനീസിനെ പറ്റിയിട്ടൊക്കെയുള്ള മറ്റൊരു ചോദ്യം, ഇന്ത്യൻ പൊളിറ്റി, ഇതൊക്കെ കുറച്ച് ട്രാവൽ അതിനെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഫോറിൻ ട്രാവലേഴ്സ് ഡ്യൂറിങ് മെഡീവൽ ആൻഡ് മോഡേൺ ടൈംസ് പോർട്രേ ഇന്ത്യൻ കൾച്ചർ എങ്ങനെയാണ്. ദെൻ പ്രൊവൈഡ് എൻ ഓവർവ്യൂ ഓഫ് മേജർ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ ദെയർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. ഇതിൽ ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. കുറച്ചധികം ഉണ്ടെങ്കിലും നല്ല മാർക്ക് കിട്ടും. പിന്നെ അനലറ്റിക്കലാണ്. റോൾ ഓഫ് മ്യൂസിയംസ് ഇൻ പ്രിസർവിങ് ഇന്ത്യാസ് ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ്, ഹൗ ഡു ദേ കോൺട്രിബ്യൂട്ട് ടു എഡ്യൂക്കേഷണൽ ടൂറിസം. പിന്നെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, യുനെസ്കോ, അതിനെപ്പറ്റിയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇതൊക്കെ പ്രാക്ടിക്കലി പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ റിലീജിയസ് ഡെസ്റ്റിനേഷൻ, ശബരിമല, കൊടുങ്ങല്ലൂർ. പിന്നെ ലിമിറ്റേഷൻസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ട്രാവലോഗ്സ്, ഹിസ്റ്റോറിക്കൽ സോഴ്സസ് വെച്ചിട്ട്. ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നല്ല വേണം സ്കോർ ചെയ്യാൻ പറ്റും. ശബരിമല, കൊടുങ്ങല്ലൂർ, ഭഗവതി ടെമ്പിളിനെ പറ്റിയിട്ടുള്ള കേട്ടോ. ഇനി ലാസ്റ്റ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനാണ് സജസ്റ്റ് തരാനുള്ളത്. അപ്പോൾ ഇതിൽ 5 ചോദ്യം. ഹൗ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്രൂവ് ലിസണിങ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്. പിന്നെ what role does the writing process play in helping individual express their thoughts effectively. പിന്നെ human communication, how each plays a role in our daily lives. പിന്നെ പിക്ചോഗ്രാംസിനെ പറ്റിയിട്ടുള്ള ചോദ്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ കമ്പയർ ദി എക്സ്പീരിയൻസസ് ഓഫ് റീഡിങ് പ്രിൻറ്റഡ് ബുക്സ് ആൻഡ് റീഡിങ് ഓൺലൈൻ കണ്ടന്റ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്. ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 അതെന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഏറ്റവും നല്ല ചോദ്യം അതാണ്. നല്ലോണം സ്കോർ ചെയ്യാനും പറ്റും. ആൻഡ് ഫൈനലി അനലറ്റിക്കലിലോട്ട് പോവുകയാണെങ്കിൽ കോർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, അതിനെപ്പറ്റിയുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ചോദ്യം. പിന്നെ റീഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈസ് മോർ ദാൻ ജസ്റ്റ് റെക്കഗ്നൈസിങ് വേർഡ്സ് ഓൺ എ പേജ്, ഇറ്റ് ഈസ് എ സ്കിൽ ദാറ്റ് സപ്പോർട്ട്സ് ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ ഗ്രോത്ത്, അതിനെപ്പറ്റിയുള്ള ചോദ്യം. സോഷ്യൽ മീഡിയ ആണ് 3 വരുന്നത്. പിന്നെ ന്യൂ മീഡിയ പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ടുള്ള ചോദ്യം. ദെൻ ഹിസ്റ്റോറിക്കൽ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ഡ്യൂറിങ് കോളനൈസേഷൻ, ഇൻഫ്ലുവൻസ്ഡ് കറണ്ട് റോൾ ഓഫ് ഗ്ലോബൽ ലാംഗ്വേജ്. ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 4 സബ്ജക്ട്സ് നിങ്ങൾക്കുള്ള. സോ ഈ 4 എണ്ണത്തിൽ ഏറ്റവും നല്ലവണ്ണം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് ചോദ്യങ്ങൾ തിയറട്ടിക്കലായിട്ടുള്ള ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ബേസിലാണ് മാർക്ക് കിട്ടുക.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. നമ്മൾ അസൈൻമെൻറ്റ് സപ്പോർട്ടും ക്ലാസ്സും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.